കൗണിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ E250 ആണ്. എലഗൻസ് E250 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2013 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ എത്രയാണ് ഞാൻ ഓഡോമീറ്റർ കാണിക്കാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പഴയതായാലും ഇപ്പോൾ അലോയ്സൊക്കെ നല്ല പൊത്തനായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്ന അലോയ്സ്, അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ആയാലും വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ലെതറിനായാലും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം എല്ലാം വിശദമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം, ഈ എലഗൻസ് E250 വാഹനം ഫുൾ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ എലഗൻസ് E250 വണ്ടി. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ ടയറൊക്കെ നോക്കി, വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു സൈഡ് പോർഷനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ബാക്കിലേക്കൊന്ന് വരാം. ബാക്കൊക്കെ ശ്രദ്ധിക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ് കേട്ടോ. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അലോയ്സൊക്കെ ശ്രദ്ധിക്കുക. അലോയ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന അലോയ്സ് കണ്ടോ. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നമുക്കിവിടെ ഇവിടെയും കിട്ടുന്നില്ല. അതേപോലെ നമുക്കിനി ഫ്രണ്ടിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. വീലാർസ് ആയാലും പക്കാ കണ്ടീഷനിലേക്ക് വീലാർസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ നല്ല അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ബോണ്ടൊക്കെ ശ്രദ്ധിക്കാം. ബോണ്ടായാലും നല്ല നീറ്റായിരിക്കാൻ ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലാമ്പ് നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ല് നോക്കാം. ഗ്രില്ലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. ലോവർ പോർഷൻ നോക്കാം. അടുത്ത വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ നല്ല അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറായാലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ നല്ല അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടെ ലിഡ് നോക്കാം. ലിഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെയും ഡീഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ലിഡ് നോക്കാം. അതേപോലെ ബമ്പേഴ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ നല്ല അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. ഡോർ നോക്കുമ്പോൾ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ് മെമ്മറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ നോക്കാം. ലെതർ സീറ്റ്സാണ് വന്നേക്കണം കേട്ടോ. അതേപോലത്തെ നമുക്കിനി മിഡിൽ പോർഷനൊക്കെ നോക്കാം. കൺട്രോൾസ് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നോക്കാം. സീറ്റിന് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട്. റിയറിൽ സീറ്റ്സ് നോക്കാം. റൂഫും ബ്ലാക്ക് ആക്കിയിട്ട് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നോക്കാം. 84,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നത്. അതേമാതിരി ലെഗറും കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള വാഹനത്തെ വ്യൂ നോക്കാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്കിവിടെ മോണിറ്റേഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. വളരെ നീറ്റായിരിക്കുന്ന ഒരു എൻജിൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കവറിങ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന കവറിങ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഒരു എഡ്ജസ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്ക് ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം നമുക്ക് കാണിക്കാൻ വെച്ചത്. അതേപോലെ തന്നെ ഇവിടെ ലിഡിലേക്ക് പോയേക്കാം. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഒക്കെ ലാവിഷായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. ഇവിടെ ടയേഴ്സൊക്കെ നോക്കാം. ടൂൾസൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. ഓക്കെ, ലിഡിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ 2013 അതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോഴും ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനം കൂടിയാണ്.
നമുക്കിനി വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നേക്കും. അപ്പോൾ ഈ ഒരു മെഴ്സിഡീസ് ബെൻസ് E250 ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 15,25,000 റുപ്പീസാണ്. 15,25,000 രൂപ. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എലഗൻസ് E250 വിശേഷങ്ങൾ. ഒറ്റമതി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.